ശക്തമായ എതിർപ്പുകൾക്ക് ഇടയിലും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതോടുകൂടി സംസ്ഥാനത്തിന് വന്നു ചേരുന്ന അപകടത്തെ മുൻകൂട്ടി കാണുവാൻ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ തയ്യാറാവാത്തതെന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. PM ശ്രീ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന വിദ്യാലയങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കും എന്നതാണ് പദ്ധതിയുടെ ഒന്നാമത്തെ ഉദ്ദേശമായി ആമുഖത്തിൽ തന്നെ വ്യക്തമാക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് കേന്ദ്ര പുസ്തകങ്ങളും പദ്ധതിക്കായി തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടി വരും. രാജ്യത്തെ 14,500 സ്കൂളുകളിൽ അടിസ്ഥാന ശേഷികൾ മെച്ചപ്പെടുത്താനും അക്കാദമിക് പ്രവർത്തനങ്ങൾക്കുമായി 27,360 കോടി രൂപ ചെലവഴിക്കും എന്നാണ് പദ്ധതിയിലൂടെ സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനം. ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങൾ വീതമാണ് പദ്ധതി നടപ്പാക്കുവാനായി തെരഞ്ഞെടുക്കുക. 2023-27 കാലയളവിലേക്കാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഇത് നടപ്പാക്കിയാൽ വെറും 2 വർഷത്തെ ആനുകൂല്യമേ പദ്ധതിയിൽ നിന്നും ലഭിക്കുകയുള്ളൂ. ഈ പദ്ധതി വിഹിതത്തിൽ 40% കേരള സർക്കാരാണ് വഹിക്കേണ്ടത് എന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളുടെ പേര് തന്നെ മാറ്റണമെന്ന് പദ്ധതി നിഷ്കർഷിക്കുന്നുണ്ട്. പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിനു മുന്നിൽ PM ശ്രീ എന്ന് ചേർത്ത് ബോർഡും അതിൽ പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്ഥാപിക്കണം. ഫലത്തിൽ പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി സംസ്ഥാന സർക്കാരിന് കീഴിലെ വിദ്യാലയങ്ങളുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിനായി മാറും. കേരള സംസ്ഥാന രൂപീകരണം മുതൽ ഇന്നുവരെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നാം ആർജിച്ച പുരോഗതിയെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേന്ദ്രത്തിന് അടിയറവ് വെക്കേണ്ടതുണ്ടോ എന്നതാണ് പ്രധാനമായും ഇവിടെ ഉയരുന്ന ചോദ്യം. PM ശ്രീ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്ന വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം കേരളം എത്രയോ കാലങ്ങൾക്ക് മുൻപേ പൂർത്തീകരിച്ചതാണ്. മുസോളിനിയുടെ ഇറ്റലിയിൽ ജിയോവാനി ജിൻഡയിൽ എന്നൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. ബാല്യത്തിൽ ഒരുവിനെ പിടികൂടുകയും കൗമാരത്തിൽ അവനെ ഫാഷിസ്റ്റ് ഇറ്റലിക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ രാഷ്ട്രത്തിന് സംഭാവന ചെയ്യുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ നയം. ഇതേ നയമാണ് സംഘപരിവാർ ഭരണകൂടവും ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വേണം PM ശ്രീ പദ്ധതിയെയും NCERT കാൽവൽക്കരണത്തിനെയും നോക്കിക്കാണേണ്ടത്.